വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. 2022 ഡിസംബർ മാസം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് വന്ന സ്പെഷ്യൽ ഫീച്ചറായ ശിവഗിരി തീർത്ഥാടകർക്ക് സ്വാഗതം, വികസനത്തിന്റെ തീർത്ഥാടനം അറ്റ് 90 എന്ന ആർട്ടിക്കിളാണ് ഇന്നിവിടെ വായിക്കുന്നത്. അറിവിന്റെ തീർത്ഥാടനം എന്ന് ശിവഗിരി തീർത്ഥാടനത്തെ വിശേഷിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി വർഷമാണല്ലോ ഇത്. 1928 ജനുവരി 16 തീയതി നാഗമ്പടം ക്ഷേത്രമുറ്റത്തെ പടർന്നു പന്തലിച്ച മാവിനെ സാക്ഷി നിർത്തി സ്വന്തം വിരലുകൾ മടക്കി എണ്ണമിട്ടുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞ 8 ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ അടുത്തോ അകന്നോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ആർജിക്കുന്ന അറിവുകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മാറ്റാൻ കഴിയണം. അപ്രകാരം ജീവിതത്തെ സമ്പുഷ്ടമാക്കാനാകുമ്പോഴാണ് അത് വികസനമായി മാറുന്നത്. അപ്രകാരം അറിവിന്റെ തീർത്ഥാടനം വികസനത്തിന്റെ തീർത്ഥാടനമാക്കി മാറ്റാനാകുമ്പോഴേ ഗുരുവിന്റെ തീർത്ഥാടന സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമാകൂ. അപ്രകാരം ഒരു സാക്ഷാത്കാരത്തിന് നമുക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നൊരു വിചിന്തനത്തിനുള്ള സമയം കൂടിയാണ് ഈ തീർത്ഥാടന വേള. എന്താണ് വികസന തീർത്ഥാടനം? വികസനം എന്ന വാക്ക് ഇപ്പോൾ രാഷ്ട്രീയ ഉപാധി മാത്രമായി മാറിയിരിക്കുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കി അവരുടെ ജീവിതത്തെ വികസിപ്പിക്കലല്ല ഇന്നത്തെ വികസനം. വികസനം എന്ന രാഷ്ട്രീയ പ്രയോഗത്തിന്റെ ലക്ഷ്യം വോട്ടും നോട്ടും മാത്രമായി തീർന്നിരിക്കുന്നു. അത്തരം വികസനമായിരുന്നില്ല ഗുരു 8 ലക്ഷ്യങ്ങൾ അക്കമിട്ട് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. ശിവഗിരി തീർത്ഥാടനം എന്ന് ഹിട്ടൻ റൈറ്റർ ഗുരുസന്നിധിയിൽ പറഞ്ഞപ്പോൾ തീർത്ഥാടനമോ ശിവഗിരിയിലോ കൊള്ളാം, നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദയെ വന്ദിക്കുകയും ചെയ്യാം, നല്ല കാര്യം എന്നായിരുന്നു ഗുരുവിന്റെ പ്രതികരണം. തീർത്ഥാടനം ആണ്ടുപിറപ്പിനോ? സാധാരണ തീർത്ഥാടന സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഗുരുവിന്റെ തീർത്ഥാടന സങ്കല്പം. തീർത്ഥാടനത്തിന്റെ സമയം നിശ്ചയിച്ചത് തുടങ്ങി രീതികളും ലക്ഷ്യങ്ങളും അരുളി ചെയ്തിടത്തുവരെ മാനവ പുരോഗതിയെക്കുറിച്ചും സമഗ്ര വികസനത്തെക്കുറിച്ചുമുള്ള ഗുരുവിന്റെ വീക്ഷണം വ്യക്തം. മതപരമായ ഒരു അനുഷ്ഠാനം മാത്രമായല്ല ഗുരു തീർത്ഥാടനത്തെ കണ്ടത്. ഏതു മാസം, തീയതി, ആഴ്ച, നക്ഷത്രം ആയിരിക്കണം എന്ന ഹിട്ടൻ റൈറ്ററുടെ ചോദ്യത്തിന് ഗുരു അരുളിയ മറുപടിയിൽ അതുണ്ട്. യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിനായിക്കൊള്ളട്ടെ ജനുവരി മാസം 1-ാം തീയതി, നമ്മുടെ കണക്കിന് ധനുമാസം 16, 17 തീയതികളിലായിരിക്കും നല്ല സമയം. മലയാള മാസമോ ആഴ്ചയോ നക്ഷത്രമോ തിഥിയോ മുഹൂർത്തമോ യാതൊന്നും ഗുരുവിന് പ്രസക്തമായിരുന്നില്ല. യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1 എന്ന് തീർത്ഥാടന സമയം നിശ്ചയിച്ചതിൽ തന്നെ മതരാഷ്ട്ര ഭേദങ്ങൾക്കപ്പുറത്തുള്ള വിശ്വമാനവികനായ ഗുരുവിനെ നമുക്ക് കാണാനാകും. പക്ഷെ ഗുരു നിശ്ചയിച്ച സമയം നമ്മൾ മാറ്റി. ആര്, എന്തിന് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. ഡിസംബർ 31-നാണ് വർഷങ്ങളായി തീർത്ഥാടനത്തിന്റെ പ്രധാന പരിപാടികൾ നടത്തപ്പെടുന്നത്. 31-ന് മിക്കവാറും ഒഴിഞ്ഞ മൈതാനമായിരിക്കും. 31-ന് വൈകിട്ടോടെ മിക്കവരും സ്ഥലം വിടും. ന്യൂ ഇയർ സ്വന്തം ഇടങ്ങളിൽ സസന്തോഷം ആഘോഷിക്കാമല്ലോ. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കം ഗുരുസന്നിധിയിലാകുന്നതല്ലേ നല്ലത്. ഗുരുകൽപ്പന അനുസരിക്കാനുള്ള ബാധ്യതയെങ്കിലും നമുക്കില്ലേ എന്ന ഒരു പുനർചിന്തനം നടത്തുന്നത് നന്നായിരിക്കും. തീർത്ഥാടകർ 10 ദിവസത്തെ വ്രതം പഞ്ചശുദ്ധിയോടെ ആചരിക്കണം എന്ന് മാത്രമായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം. ഇത് വെറുമൊരു യാത്രയല്ല. ഒരു തീർത്ഥാടന സങ്കല്പത്തെ പോലും
മാനവ ജീവിത വികസനത്തിലേക്ക് എത്തിക്കാനുള്ള അറിവിന്റെ തീർത്ഥാടനമാക്കി മാറ്റാമെന്നിടത്താണ് ഗുരുവിന്റെ കാരുണ്യം നിറഞ്ഞ ഭാവി സംവിധായക ദർശനത്തെ നാം കാണേണ്ടത്. സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും ശുചിത്വത്തിലും വളരെ പിന്നോക്കം. ഈ രീതി മാറ്റണം എന്നു പറഞ്ഞുകൊണ്ടാണ് സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഗുരു അവസാനിപ്പിച്ചത്. അപ്രകാരമുള്ള മാറ്റത്തിന്റെ ഉപാധിയാക്കി തീർത്ഥാടനത്തെ എപ്രകാരം മാറ്റാം എന്നാണ് ഗുരു ചിന്തിച്ചത്. തീർത്ഥാടനത്തിനുള്ള സമ്മതവും തീയതികളും രീതികളും കേട്ട് തൃപ്തരായി നിന്ന സദസ്സിനോട് ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശമെന്ത്, ഒന്നുമില്ലെന്നുണ്ടോ എന്ന ഗുരുവിന്റെ ചോദ്യത്തിന് ആർക്കും മറുപടിയില്ലായിരുന്നു. ഏതു പ്രവൃത്തിക്കും ഒരു ഉദ്ദേശം വേണമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ശിവഗിരി തീർത്ഥയാത്രയുടെ ഉദ്ദേശങ്ങൾ അഥവാ സാധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ലക്ഷ്യം ഇടതു കൈയുടെ വിരലുകൾ ഓരോന്നായി എണ്ണിക്കൊണ്ട് 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 സാങ്കേതിക പരിശീലനങ്ങൾ. മനസ്സിലായോ വിഷയങ്ങൾ? ഈ വിഷയങ്ങളെപ്പറ്റി പ്രസംഗ പരമ്പര നടത്തണം. ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗം പറയിക്കണം. ജനങ്ങൾ അച്ചടക്കത്തോടുകൂടി ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. തീർത്ഥാടനത്തിന്റെ വികസന ലക്ഷ്യത്തെക്കുറിച്ച് ഗുരു പറഞ്ഞവസാനിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു. തീർത്ഥാടന കാലത്ത് തൃപ്പാദ സാന്നിധ്യം ശിവഗിരിയിൽ പ്രത്യേകം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷയുണ്ട് എന്ന ഗോവിന്ദൻ വൈദ്യരുടെ ആവശ്യത്തിന് എന്നും എന്ന് എടുത്തു ചോദിച്ചുകൊണ്ട് ഒരു മന്ദഹാസമായിരുന്നു മറുപടി. ഇങ്ങനെയെല്ലാം ഉത്സാഹിക്കണം. ജനങ്ങളിൽ ഉണർവും ആത്മബോധവും ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ടാണ് ഗുരു സംഭാഷണം അവസാനിപ്പിച്ചത്. ആദ്യ ലക്ഷ്യം വിദ്യാഭ്യാസം. ലക്ഷ്യങ്ങളിൽ ഗുരു പ്രഥമസ്ഥാനം നൽകിയത് വിദ്യാഭ്യാസത്തിനായിരുന്നു. തീർത്ഥാടനത്തോടനുബന്ധിച്ച് 1-ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ഈശ്വര ചിന്തയ്ക്ക് ഗുരു 3-ാം സ്ഥാനമാണ് നൽകിയത്. സ്വന്തം ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ഗുരു. കുടിപ്പള്ളിക്കൂടത്തിൽ ആശാനായിരുന്ന കാലത്തു തന്നെ അവിടെ ചേർന്ന് പഠിക്കാൻ അർഹതയില്ലാതിരുന്ന പറയരുടെയും പുലയരുടെയും കുടിലുകളിൽ ചെന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ഗുരു പഠിപ്പിക്കുമായിരുന്നു. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയ്ക്കു ശേഷം അവിടെ സംസ്കൃതം പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ശിവഗിരിയിലും ആലുവയിലുമൊക്കെ സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചിരുന്നു. ഇംഗ്ലീഷിനെ മികച്ച ഭാഷയായി കണ്ടിരുന്ന പഴയ മനസ്സായിരുന്നില്ല ഗുരുവിൻ്റേത്. സംസ്കൃത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമായി പ്രചാരത്തിലിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് പുരോഗമനപരമായിട്ട് ആണ് ഗുരു ചിന്തിച്ചത്. ശിവഗിരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ മാതൃകാ പാഠശാല എന്ന പേരിൽ 1905 ഗുരു സ്ഥാപിച്ചത് അതിനാലായിരുന്നു. അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഗുരു മനസ്സിലാക്കിയിരുന്നു. കുറവർക്കായി ഒരു നിശാ പാഠശാലയും ഗുരു ശിവഗിരിയിൽ സ്ഥാപിച്ചിരുന്നു. സാക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമായി എന്നത് ഗുരുചിന്തയുടെ സാക്ഷാത്കാരമായി നമുക്ക് കാണാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണത്തിൽ ഒരുപാട് വർദ്ധിച്ചു. പക്ഷെ ഗുണത്തിൽ എത്രത്തോളം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗുരു സങ്കല്പിച്ച മനുഷ്യവികാസത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്ന് ബോധ്യമാകുക. സ്ഥാപനങ്ങളുടെ എണ്ണവും കെട്ടിടങ്ങളുടെ വൈപുല്യവും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ മികവും മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കും ശ്രേഷ്ഠതയ്ക്കും മാനദണ്ഡമാകുന്നത് എന്ന സത്യം നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഗുണപരമായ മാറ്റങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വിദ്യയില്ലാത്ത ഒരു അഭ്യാസം മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം മാറും. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുവരുൾ വെറും നിരർത്ഥകമായ പാഴ്ചൊല്ലായി മാറും. രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു ശുചിത്വം. ശുചിത്വമാണ് രണ്ടാമത്തെ ലക്ഷ്യമായി ഗുരു അരുളിയത്. ശുചിത്വം ഒരു വ്രതം പോലെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിലും പാലിക്കപ്പെടണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അധ്വാനം മാത്രം വിധിക്കപ്പെട്ടിരുന്ന അന്നത്തെ സാധാരണക്കാരന് ജീവിതത്തിൽ ശുചിത്വം ദീക്ഷിക്കാൻ വേണ്ടവിധം അന്ന് സാധിച്ചിരുന്നില്ല. അവധൂതനായി അലഞ്ഞു നടന്ന കാലയളവിലെല്ലാം ജനങ്ങൾക്ക് ശുചിത്വബോധമുണ്ടാക്കാൻ ഗുരു ആവും വിധം ശ്രമിച്ചിരുന്നു. കുളിച്ച് ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് കുളിസംഘങ്ങൾക്ക് പോലും ഗുരു രൂപം കൊടുത്തിരുന്നു. ക്ഷേത്ര സ്ഥാപനങ്ങളുടെ പ്രയോജനങ്ങളിൽ ഗുരു പ്രധാനമായും കണ്ടിരുന്നത് ശുചിത്വമായിരുന്നു.
ശുചിയും മറ്റും ഉണ്ടാകാൻ ക്ഷേത്രങ്ങൾ കൊള്ളാമെന്ന് ഗുരു പറഞ്ഞിരുന്നു. ബാഹ്യ ആഭ്യന്തര ശുദ്ധിയെ അല്ലെങ്കിൽ ത്രികരണ ശുദ്ധിയെ സമ്പാദിക്കാൻ ജനങ്ങളുടെ ഇടയിൽ വേണ്ടുംവണ്ണം യത്നിക്കുക എന്നും 1908 സന്ദേശത്തിൽ ഗുരു ആഹ്വാനം ചെയ്തിരുന്നു. ശുചിയായിരുന്നാൽ ആരും തന്നെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുകയില്ല എന്നും ഗുരുവിന് അഭിപ്രായമുണ്ടായിരുന്നു. ശുചിമുറികൾ വേണ്ടത്ര ഉപയോഗത്തിൽ ഇല്ലാതിരുന്ന ആ കാലത്ത് മലം സംസ്കരിക്കുന്നതിനെ കുറിച്ച് പോലും ഗുരു സംസാരിച്ചിരുന്നു. കായശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയ ശുദ്ധി, ഗൃഹശുദ്ധി എന്ന പഞ്ചശുദ്ധികളെക്കുറിച്ച് സംഭാഷണങ്ങളിൽ ഗുരു ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. മൂന്നാമത്തെ ലക്ഷ്യമായിരുന്നു ഈശ്വരഭക്തി. ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തണം. ഈശ്വര മഹാത്മ്യ പ്രതിപാദങ്ങളും ചരിത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് കഴിയുന്ന ദിക്കുകളിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്ന് യോഗം പ്രവർത്തകർക്ക് ഗുരു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനോ ക്ഷേത്രങ്ങൾക്കടുത്തുള്ള വഴി നടക്കാനോ പാടില്ലാതിരുന്ന അക്കാലത്ത് ഈശ്വരനെ പ്രതിഷ്ഠിച്ചു നൽകിയ ഈശ്വരന്മാരുടെയും ഈശ്വരനാണ് ഗുരുദേവൻ. രൂപമില്ലാത്ത താമസ ദൈവങ്ങളെ കള്ളും തവിടും കോഴിച്ചോരയും നൽകി ആരാധിച്ചിരുന്ന ജനതയ്ക്കായി സാത്വിക ദേവതകളെ പ്രതിഷ്ഠിച്ച് സാത്വികമായ രീതിയിൽ ആരാധന നടത്താൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി തന്നത് ഗുരുവായിരുന്നു. അതിനായി സ്തോത്രങ്ങളും ഗുരു രചിച്ചു നൽകി. 1905 ഏർപ്പെടുത്തിയ വ്യവസ്ഥയിൽ ഗുരു ഇപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നു: അന്ധവിശ്വാസങ്ങളെയും പ്രാണിഹിംസ മുതലായ അനാചാരങ്ങളോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്ന ദുർദേവതാ ആരാധനകളെയും നിരാകരിക്കുക. ഉത്തമ രീതിയിൽ ചെയ്യപ്പെടുന്ന ഈശ്വര ആരാധനയുടെ മാഹാത്മ്യത്തെയും ശുദ്ധ ഹിന്ദു മതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങളെയും പറ്റി പ്രസംഗിക്കുക. ആരാധനാലയങ്ങളെ പോലും ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന്റെ വേദിയായിട്ടാണ് ഗുരു കണ്ടത്. നാലാമത്തെ ലക്ഷ്യം സംഘടന. സംഘടന എന്ന ആശയം തന്നെ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ഗുരുവാണ്. സംഘടന കൊണ്ട് കേരളീയ സമൂഹം എപ്രകാരം വളർന്നു എന്നതിന് കാലം സാക്ഷി. തൊഴിലാളി സംഘടനയ്ക്ക് പോലും ആദ്യം രൂപം കൊടുത്തത് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നത് ചരിത്രം. പക്ഷേ സംഘടന ഇപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ഗുരുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സംഘടിച്ച് ശക്തരാകാനാണ് ഗുരു അന്ന് ആഹ്വാനം നൽകിയത്. സംഘടന കൊണ്ടല്ലാതെ യാതൊരു സമുദായത്തിനും അഭിവൃദ്ധിയും ശക്തിയും ഉണ്ടാകുന്നതല്ല. സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത്. നമ്മുടെ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം എന്നതായിരുന്നു സംഘടനയെക്കുറിച്ച് ഗുരു വിഭാവനം ചെയ്തത്. അഞ്ചാമത്തെ ലക്ഷ്യമായിരുന്നു കൃഷി. അഞ്ചാമത്തെ ലക്ഷ്യം കൃഷിയാണ്. മനുഷ്യരാശിയുടെ നട്ടെല്ല് കൃഷിയാണെന്നാണ് ഗുരു അഭിപ്രായപ്പെട്ടത്. ചെല്ലുന്നിടത്തെല്ലാം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും പച്ചക്കറികൾ കൃഷി ചെയ്യാനും ഗുരു താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ പ്രധാന ഭക്ഷണമായ അരി മുതൽ പച്ചക്കറികളും പച്ചമുളകും വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തണം. വഴിവിട്ട വികസനം നമ്മുടെ നെൽപ്പാടങ്ങളെ 70% ഇല്ലാതാക്കി എന്നാണ് കണക്ക്. കൃഷിയിടങ്ങൾ റോഡുകളും റെയിലുകളും വിമാനത്താവളങ്ങളും ഒക്കെ ആക്കി തീർക്കുക എന്നതാണ് ഇന്നത്തെ വികസന സങ്കല്പം. ബഹുനില കെട്ടിടങ്ങളെ കൊണ്ട് നാം നമ്മുടെ ഭൂമി നിറയ്ക്കുകയാണ്. കൃഷിക്ക് ഒരു പുനർജനി ഉണ്ടായേ പറ്റൂ. എത്ര കാലമാണ് ഇനിയും മറ്റുള്ളവരെ ആശ്രയിച്ച് നാം നാണം കെട്ട് ജീവിക്കുക? ആറാമത്തെ ലക്ഷ്യം കച്ചവടമായിരുന്നു. ജീവനമാർഗമായി കച്ചവടം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന തോന്നലാണ് ആറാമത്തെ ലക്ഷ്യമായി ഗുരു കച്ചവടത്തെ നിർദ്ദേശിച്ചത്. ഉൽപ്പാദിക്കപ്പെടുന്നവയെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് കച്ചവടം. അമിത ലാഭം ഈടാക്കരുതെന്ന് ഗുരു കച്ചവടക്കാരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കച്ചവടം എന്ന വാക്കു തന്നെ അപ്രസക്തമായിരിക്കുന്നു. യന്ത്രവൽക്കരണം വന്നതോടെ ഉൽപാദനങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു. അപ്പോൾ അത് വിപണനം ചെയ്യുന്നതിന് ഇന്ന് വിപുലമായ മാർക്കറ്റിംഗ് വേണ്ടി വന്നിരിക്കുന്നു. ഇടനിലക്കാരാണ് ഇന്ന് ലാഭം കൊയ്യുന്നവർ. ഏറ്റവും വലിയ മത്സര രംഗമായി ഇന്നത് മാറിക്കഴിഞ്ഞു. ദേശീയമായ അതിരുകൾ കടന്ന് അത് കുത്തകക്കാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉപഭോക്താക്കൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു ഉദ്ദേശിച്ച കച്ചവടത്തിന്റെ ശുദ്ധി ഇനി തിരിച്ചെത്താൻ ഇടയില്ല. ഏഴാം ലക്ഷ്യം കൈത്തൊഴിൽ. ഇക്കാലത്ത് ഏറെക്കുറെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കൈത്തൊഴിലാണ് ഗുരു ഏഴാമത്തെ ലക്ഷ്യമായി അരുളിയത്. കൃഷി കഴിഞ്ഞാൽ കൈത്തൊഴിലും ചെറുകിട വ്യവസായങ്ങളുമായിരുന്നു അക്കാലത്ത് സാധാരണക്കാരുടെ ജീവനോപാധികൾ. ക്ഷേത്രപ്രതിഷ്ഠയ്ക്കു ശേഷം അരുവിപ്പുറത്ത് ഗുരു ഒരു നെയ്ത്തുശാല ആരംഭിച്ചിരുന്നു. അവധൂതനായി അലഞ്ഞു നടന്നിരുന്ന
കാലയളവിൽ ചകിരി പിരിച്ച് കയറുണ്ടാക്കാൻ പാവപ്പെട്ടവർക്ക് ഗുരു പരിശീലനം നൽകിയിരുന്നതായി ജീവചരിത്രങ്ങളിൽ പറയുന്നു. നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാകുന്ന കൊപ്ര, ചകിരി എന്നിവ ഉപയോഗിച്ച് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ കുട്ടികളെ വ്യവസായശാലകളിൽ അയച്ച് പഠിപ്പിക്കണമെന്നും ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. എട്ടാമത്തെ ലക്ഷ്യം ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്ന ലക്ഷ്യത്തെ മുൻപത്തെ 2 ലക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ച് പ്രായോഗികമാക്കാൻ ഗുരു അക്കാലത്തെ ശ്രമിച്ചിരുന്നു. നെയ്ത്തും കൃഷിയും മെക്കാനിസവും പഠിപ്പിക്കാൻ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ധർമ്മലിംഗ മുസ്ലിയാർ തമിഴ്നാട്ടിൽ നിന്ന് 2 പേരെ ശിവഗിരിയിലേക്ക് അയച്ചിരുന്നു. ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിച്ച ഏണസ്റ്റ് കർക്കിനായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ ചുമതല. അദ്ദേഹമാണ് ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുരുകുല എന്ന പദ്ധതി ശിവഗിരിയിൽ ആരംഭിച്ചത്. 10 വയസ്സിന് മേൽ പ്രായം വരുന്ന കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യാനും പഠനം കഴിഞ്ഞ് സ്വതന്ത്രമായി തൊഴിലേർപ്പെടാനുമുള്ള അവസരമൊരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കൈത്തൊഴിൽ, കൃഷി, വ്യവസായം എന്ന 3 മേഖലകളെയും ഉൾക്കൊള്ളിച്ചുള്ള തൊഴിൽ പരിശീലനമായിരുന്നു ഗുരു വിഭാവനം ചെയ്തിരുന്നത്. ഈ പദ്ധതി വേണ്ടവിധം പ്രയോഗത്തിൽ വരുത്താൻ പിൽക്കാലത്ത് കഴിഞ്ഞില്ല. പ്രകൃതി വിഭവവും മനുഷ്യ വിഭവവും വേണ്ടവിധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക സാമ്പത്തിക വികസനമായിരുന്നു അന്നേ ഗുരു സ്വപ്നം കണ്ടത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഉത്തരവാദിത്വം പിന്നീട് ആരും തന്നെ ഏറ്റെടുത്തില്ല. സമ്പന്നരെ അതിസമ്പന്നരും ദരിദ്രരെ അതിദരിദ്രരുമാക്കി മാറ്റുന്ന വിധത്തിലാണ് നമ്മുടെ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ബാഹ്യവും ആഭ്യന്തരവുമായ വിധത്തിന്റെ സർവരെയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസനമായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. ഈ കാലത്തെ വികലമായ വികസന സങ്കല്പങ്ങളെ വിട്ട് ഗുരു വിഭാവനം ചെയ്ത സമഗ്ര വികസനത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിന് തീർത്ഥാടനത്തിന്റെ 90 വർഷത്തിലെങ്കിലും തുടക്കം കുറിക്കാൻ സാധിച്ചെങ്കിലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതോടെ ഇന്നത്തെ ആർട്ടിക്കിൾ പൂർണ്ണമാകുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. ഗുരുസാഗരം മാസിക സിംഗിൾ കോപ്പി തപാലിൽ ലഭിക്കാൻ 60 രൂപ അടച്ചാൽ മതിയാകും. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58, ശേഷം 6282319294 എന്ന നമ്പറിൽ വിലാസം അയച്ചു തരിക. ഇപ്പോൾ ഓൺലൈനായും മാസിക വായിക്കാവുന്നതാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ ലോകത്ത് എവിടെയിരുന്നും ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക വായിക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.